ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇന്നത്തെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. പ്രിയപ്പെട്ട മാളു, നിനക്ക് സുഖമല്ലേ? ഒരു വിശേഷം പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ ഇന്നലെ അമ്മയോടൊപ്പം പുന്നല്ലൂരിലെ നാളം ക്ലബിന്റെ വാർഷികാഘോഷം കാണാൻ പോയി. നാടകം, ഒപ്പന, തിരുവാതിര, നാടൻപാട്ട്, മാർഗംകളി എന്നിങ്ങനെ ധാരാളം കലാപരിപാടികൾ കണ്ടു. അവയിൽ എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരുവാതിരയാണ്. കത്തിച്ചു വെച്ച നിലവിളക്കിനു ചുറ്റും കുറേ അമ്മമാരാണ് തിരുവാതിര കളിച്ചത്. തിരുവാതിര വേഷത്തിൽ അവരെ കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നോ. മുണ്ടും വേഷ്ടിയുമാണതെന്ന് അമ്മ പറഞ്ഞു തന്നു. തലയിൽ ദശപുഷ്പവും ചൂടിയിരുന്നു. തിരുവാതിരയുടെ മധുര സംഗീതം ആരുടെയും മനം കവരും. പാട്ടിന്റെ താളത്തിനനുസരിച്ച് കളിയുടെ വേഗം കൂടുകയും കുറയുകയും ചെയ്യും. എനിക്കും ഇത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഇത്തവണ സ്കൂൾ വാർഷികത്തിന് നമുക്കും തിരുവാതിര കളിക്കണം. നീയും കൂടില്ലേ? സ്നേഹത്തോടെ കുഞ്ഞാറ്റ. ഇതൊരു കത്താണ് ഇവിടെ തന്നിട്ടുള്ളത്. കത്ത് വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതൂ. ക്ലബിന്റെ വാർഷികാഘോഷ പരിപാടികളിൽ കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? തിരുവാതിര. മധുര സംഗീതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കേൾക്കാൻ ഇമ്പമുള്ള പാട്ട്. കേൾക്കാൻ നല്ല ഇമ്പമുള്ള പാട്ട്. മുണ്ടും വേഷ്ടിയും എന്ന് കത്തിൽ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? തിരുവാതിര വേഷം. തിരുവാതിര കളി കാണികൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഇവയെല്ലാമാണ് ഭംഗിയുള്ള വേഷം, ഇമ്പമാർന്ന പാട്ട്, കൂട്ടം ചേർന്ന കളി, ഇവയെല്ലാം ഡി ആണ് വരിക. ക്ലബിന്റെ വാർഷികാഘോഷത്തിനു ശേഷം കുഞ്ഞാറ്റ എടുത്ത തീരുമാനം എന്ത്? തിരുവാതിര കളിക്കണം അല്ലെ? വാർഷികത്തിന് തിരുവാതിര കളിക്കണം എന്നായിരുന്നു കുഞ്ഞാറ്റ എടുത്ത തീരുമാനം. പ്രവർത്തനം 2, നിയമാവലി തയ്യാറാക്കാം. പഴമെറിയൽ മത്സരം. നിയമാവലി. ഒരു സമയം ഒരാൾ മാത്രമാണ് മത്സരിക്കുന്നത്. 5 മിനിറ്റാണ് മത്സര സമയം. അടയാളപ്പെടുത്തിയിട്ടുള്ള വരയിൽ നിന്നാണ് പഴം കൂടയിലേക്ക് എറിയേണ്ടത്. ഒരു തവണ ഒരു പഴം മാത്രമേ എറിയാവൂ. കൂടുതൽ പഴങ്ങൾ കൂടയ്ക്കകത്ത് എറിഞ്ഞു വീഴ്ത്തുന്ന ആളാണ് വിജയി. ഇപ്പോൾ ഒരു മത്സരം, നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ടൊക്കെ പല മത്സരങ്ങളും നടത്താറുണ്ട്. എന്ത് മത്സരം നടത്തുകയാണെങ്കിലും അതിനൊരു നിയമാവലികൾ ഉണ്ടാവും. മുത്തുമലക്കാട്ടിലെ പഴമെറിയൽ മത്സരത്തിന്റെ നിയമാവലി വായിച്ചല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കൂ. ഇപ്പൊ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, ബലൂൺ പൊട്ടിക്കൽ, സുന്ദരിക്ക് പൊട്ടുതൊടൽ, ഒരുപാട് അങ്ങനത്തെ ഒരുപാട് ഓണക്കളികളുണ്ട് അല്ലെ? അപ്പോൾ ആ ഒരു ഏതെങ്കിലും നിങ്ങൾക്ക് അതന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കളിയുടെയും ഒരു നിയമാവലി എഴുതാനാണ് പറഞ്ഞത്. കളിയുടെ പേരും എഴുതണം, അത് കഴിഞ്ഞ ആ കളിയുടെ നിയമാവലിയും എഴുതണം. നോക്കൂ, 3ാമത്തെ പ്രവർത്തനം നോക്കാം. നീലു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസവും തയ്യാറാക്കിയാണ് സ്കൂളിലേക്ക് പോയത്. മീനുവിന്റെ സ്കൂളിൽ അന്ന് ഭക്ഷ്യമേളയായിരുന്നു. പായസം രുചിച്ചവരെല്ലാം അവളെ അഭിനന്ദിച്ചു. അവൾക്ക് വളരെ സന്തോഷമായി. പതിവ് പോലെ അന്നും രാത്രിയിൽ അവൾ ഡയറി എഴുതാനിരുന്നു. ഭക്ഷ്യമേളയിലെ കാഴ്ചകൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. എന്തൊക്കെയാവും നീലു ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? ഒരു ഡയറി കുറിപ്പ് എഴുതൂ. ഇപ്പൊ പലഹാരമേള നടത്തിയിട്ടുണ്ടാവും അല്ലെ എല്ലാ സ്കൂളിലും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പലഹാരമേളയിൽ നിങ്ങൾ കണ്ട കാഴ്ചകൾ, എത്രയെത്ര വിഭവങ്ങളായിരുന്നു ഇന്ന് എൻ്റെ സ്കൂൾ. ഇന്ന് എനിക്ക് വളരെ സന്തോഷവും അത്ഭുതവും തോന്നിയ ഒരു ദിവസമായിരുന്നു. ഇന്ന് എൻ്റെ സ്കൂളിൽ പലഹാരമേളയായിരുന്നു, അല്ലെങ്കിൽ ഭക്ഷ്യമേളയായിരുന്നു. എത്രയെത്ര വിഭവങ്ങളായിരുന്നു എൻ്റെ കൂട്ടുകാർ കൊണ്ടത്. നിറത്തിലും മണത്തിലും രുചിയിലും വ്യത്യാസമുള്ളവ. ഞാൻ ഇന്ന് പായസം ഉണ്ടാക്കിയാണ് പോയത്. എല്ലാവരും എന്നെ പായസത്തിന്റെ രുചി പറഞ്ഞ് അഭിനന്ദിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയറി ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 4ാമത്തെ പ്രവർത്തനം നോക്കാം. ക്രമത്തിൽ എഴുതാം. നീലു പിറന്നാൾ സമ്മാനമായി സ്കൂളിലെ അടുക്കളത്തോട്ടത്തിലേക്ക് കുറച്ച് പച്ചക്കറി തൈകൾ നൽകി. തൈകൾക്കൊപ്പം വെക്കാൻ തയ്യാറാക്കിയ ബോർഡുകളാണ് ചുവടെ കാണുന്നത്. ബോർഡിലെ പേരുകൾ വായിക്കൂ. വഴുതന, ചീര, കുമ്പളം, മത്തൻ, വെണ്ട, തക്കാളി. പച്ചക്കറി തൈകളുടെ പേരുകൾ ചുവടെയുള്ള ബോർഡുകളിലേക്ക് അക്ഷരമാലാക്രമത്തിൽ എഴുതൂ. അപ്പൊ ഏതക്ഷരം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരുന്നു അക്ഷരമാലാക്രമത്തിൽ എഴുതാൻ പറയുമെന്ന്. അപ്പോൾ നമ്മുടെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അല്ലെ, ആ ഒരു ഓർഡറിൽ ഏതാണ്? ഇപ്പോൾ സ്വരാക്ഷരങ്ങളിൽ നിന്ന് ഇതിലേതും വരുന്നില്ല. പിന്നെ വ്യഞ്ജനാക്ഷരങ്ങളിൽ ക വെച്ചിട്ട് കുമ്പളമുണ്ട്. പിന്നെ
കച്ച വെച്ചിട്ട് ചീരയുണ്ട്. പിന്നെ ഇതാണ് താ വെച്ചിട്ട് തക്കാളി, പിന്നെ പാഫാഭംഭാമ പാ വെച്ചിട്ടൊന്നുമില്ല, മാ വെച്ചിട്ട് മത്തനുണ്ട്. ആ ഒരു ഓർഡറിലാണ് വരിക. ആ ഒരു ഓർഡറിൽ ഇവിടേക്ക് എഴുതാനാണ് പറഞ്ഞത്. അടുത്തത് പൗഡർ പൂശിയ സുന്ദരി ഞാൻ കറി വെച്ചാലോ വമ്പത്തി. ഈ കടങ്കഥയ്ക്ക് ഉത്തരമായി വരുന്ന പച്ചക്കറി ഏത്? കുമ്പളമാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഏതെങ്കിലും പച്ചക്കറിയുടെ പേര് ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടങ്കഥ എഴുതാം. ഏതെങ്കിലും ഒരു പച്ചക്കറി ആയിരിക്കണം അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. തക്കാളിനെ കുറിച്ചോ പച്ചമുളക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പച്ചക്കറിനെ കുറിച്ച് ഒരു കടങ്കഥ ഇവിടെ എഴുതുക. അഞ്ചാമത്തെ പ്രവർത്തനം കണ്ടെത്താം എഴുതാം. ഓണമെത്തി, വീടൊരുക്കണം, പൂക്കളമിടണം, സദ്യയുണ്ടാക്കണം. ആകെ തിരക്കിലാണ് അച്ഛനും അമ്മയും. ഞാൻ സഹായിക്കട്ടെ, നീലു ചോദിച്ചു. ആയിക്കോട്ടെ. അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടിച്ചിരിച്ചു. അമ്മ പറഞ്ഞ പഴഞ്ചൊല്ലി ശ്രദ്ധിച്ചില്ലേ? അതിൻ്റെ ആശയവുമായി യോജിക്കുന്ന വാക്യം കണ്ടെത്തി എഴുതുക. ഒത്തുചേർന്ന് ബഹളം വെക്കുക, അതല്ല. ഐക്യമുണ്ടെങ്കിൽ എന്തും നേടാം, അതുമല്ല. ചെറിയ അധ്വാനത്തിനും വിലയുണ്ട്, അതാണ് അതിൻ്റെ ആശയമായിട്ട് വരുന്നത്. അണ്ണാറക്കണ്ണനും തന്നാലായത്. അണ്ണാറക്കണ്ണന് അവനാലായത് ചെയ്യുക. ചെറിയ അധ്വാനത്തിനും എന്തുണ്ട്? അതിൻ്റെതായ ഒരു വിലയുണ്ട്. മൃഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുന്ന 2 പഴഞ്ചൊല്ലുകൾ എഴുതുക. ഒരുപാടുണ്ട്. അരി എറിഞ്ഞാൽ 1000 കാക്ക. പിന്നെ എന്താണ്? ആന കേറാമല, ആടു കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. അങ്ങനെ മൃഗങ്ങളുടെ പേരുമായി വരുന്ന ഏതെങ്കിലും 2 പഴഞ്ചൊല്ലുകൾ. അപ്പോൾ അരി എറിഞ്ഞാൽ 1000 കാക്ക, അതിൽ പക്ഷിയാണ് വരുന്നത് അല്ലേ? അപ്പോൾ വാഴപ്പഴം പഴുത്തപ്പോൾ പക്ഷിയാണ് വരുന്നത് കാക്ക. അപ്പം മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഇതെഴുതുക കേട്ടോ, പഴഞ്ചൊല്ലുകൾ എഴുതി ചേർക്കുക. ഇനി അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടിച്ചിരിച്ചു. അടിവരയിട്ട പദക്കൂട്ട് ചേർത്ത് മറ്റൊരു വാക്യം എഴുതുക. പൊട്ടി കരഞ്ഞു അല്ലേ? പൊട്ടി കരഞ്ഞു എന്നുള്ള ആശയം വരുന്ന എനിക്ക് അന്നത്തെ സംഭവം ആലോചിച്ച് ഞാൻ വീണ്ടും പൊട്ടി കരഞ്ഞു, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞത് ആലോചിച്ച് ഞാൻ പൊട്ടി കരഞ്ഞു, അങ്ങനെ എന്തെങ്കിലും എഴുതാം. മാതാവ് എന്ന പദത്തിന് പകരം പ്രയോഗിച്ചിട്ടുള്ള വാക്ക് ഏത്? അമ്മ. നമ്മൾ ഒരുപാട് പര്യായ പദങ്ങൾ പഠിക്കുന്നുണ്ട്. മാതാവ്, ജനനി, തായ, അമ്മ. അപ്പൊ അമ്മയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി 6ാമത്തെ പ്രവർത്തനം വായിക്കാം വരയ്ക്കാം. മേലെ കുന്നിൻ താഴത്തു നല്ലൊരു പുഞ്ചവയലുണ്ടേ, പുഞ്ചവയലിൽ പുഞ്ചിരി തൂകും സ്വർണ്ണ കതിരുണ്ടേ, കതിർമണി കൊത്താൻ വർണ്ണക്കിളികൾ കാത്തു നിൽപ്പുണ്ടേ, കളകളമൊഴുകും പുഴയിൽ നിറയെ പൊടിമീനുകളുണ്ടേ, പുഴയോരത്തിൽ സ്നേഹം വിളയും ചെറുവീടുകളുണ്ട്. കവിത വായിക്കൂ. എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത്? എഴുതി നോക്കൂ. പുഞ്ചവയല്, വർണ്ണക്കിളികൾ, പൊടിമീനുകൾ, ചെറുവീടുകൾ എല്ലാം ഇവിടേക്ക് എടുത്തെഴുതണം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. 6 പ്രവർത്തനങ്ങൾ, 5 എണ്ണം ചെയ്യാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് എഴുതി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.